ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള ഒരു വിമർശനമാണ്. അതെങ്ങനെ മുസ്ലിങ്ങൾക്കെതിരെയുള്ള വിമർശനമായി കോൺഗ്രസ് കാണുന്നു എന്നുള്ളതാണ് CPM ചോദിക്കുന്നത്. അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ അല്ലല്ലോ. പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തിന്റെ പുറകിൽ ഉള്ളത് തീവ്രവാദ ശക്തികളാണ് എന്നാണ് പറഞ്ഞത്. 4,10,000 വോട്ടിന് അവർ ജയിച്ചത് മുസ്ലിം തീവ്രവാദികളുടെ സഹായത്തോടുകൂടിയാണ്. അതാണോ പറയേണ്ടത്? പിന്നെ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് എന്താണ് ഇത്രയും പ്രശ്നം CPM ഉണ്ടായി തുടങ്ങിയത്? CPM പരസ്യമായി, ഞാൻ നിങ്ങൾക്ക് നോട്ടീസുകളും ബോർഡുകളുടെയും കോപ്പി കാണിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി എത്ര LDF ആളുകൾ മത്സരിച്ചിട്ടുണ്ട്, SDPI പിന്തുണയോടുകൂടി എത്ര ആളുകൾ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. കേരളത്തിൽ 3 പതിറ്റാണ്ടായി ജമാഅത്ത് ഇസ്ലാമി പിന്തുണ കൊടുത്തിട്ടുള്ളത് LDFനെയാണ്. ഞാനൊക്കെ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പിലും LDF സ്ഥാനാർത്ഥിയാണ് ജമാഅത്ത് ഇസ്ലാമി പിന്തുണയ്ക്കുന്നത്. അപ്പൊ ജമാഅത്ത് ഇസ്ലാമിയോട് എന്നാണ് ജമാഅത്ത് ഇസ്ലാമി CPM വർഗീയ പാർട്ടിയായി മാറിയത്? അതാണ് ഞങ്ങളുടെ ചോദ്യം. ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനത്ത് പിണറായി വിജയൻ പോയിട്ടുണ്ടല്ലോ, കോടിയേരി ബാലകൃഷ്ണൻ പോയിട്ടുണ്ടല്ലോ. ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയുള്ള സ്ഥാനാർത്ഥി എന്ന് എത്ര LDF സ്ഥാനാർത്ഥികൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോ SDPIയുടെ പിന്തുണ ഈരാറ്റുപേട്ടയിൽ SDPIക്ക് പിന്തുണ കൊടുത്തില്ലേ തെരഞ്ഞെടുപ്പിൽ? CPM ഒരു വാർഡ് കിട്ടിയത് 0 വോട്ടാണ്. CPM സ്ഥാനാർത്ഥിക്ക് 0 വോട്ട്, മുഴുവൻ വോട്ട് കംപ്ലീറ്റ് ആയിട്ട് SDPIക്ക് മറിച്ചു കൊടുത്തു. എത്ര സ്ഥലത്താണ് SDPI ആയിട്ട് ചേർന്ന് ധാരണ CPM ഉണ്ടാക്കിയത്? അപ്പൊ അവരുടെ കൂടെ നിൽക്കുമ്പോൾ മതേതര പാർട്ടി, അവരുടെ കൂടെ നിന്ന് അവരെ വിമർശിച്ചാൽ വർഗീയ പാർട്ടി. CPM ആണ് ഇവർക്കെല്ലാം ലേബലിടുന്നത്. CPM എന്താണ് അവർ പറയുന്നതിന്റെ സാങ്കത്യം? അവരുടെ കൂടെയായിരുന്നു ഇവരെല്ലാവരും. ഇപ്പൊ എന്താണ് ഈ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോ ഒരു ജമാഅത്ത് ഇസ്ലാമി വിരോധം, ഒരു മുസ്ലിം വിരോധം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ? അതിനു മുമ്പ് ഉണ്ടായിരുന്നില്ലല്ലോ. തെരഞ്ഞെടുപ്പ് കാലത്ത് 35 ദിവസം CAA എന്നല്ലേ പിണറായി വിജയൻ ആവർത്തിച്ചു. നിങ്ങൾ 35 ദിവസത്തെ ആദ്യത്തെ പ്രസംഗം എടുത്ത് നോക്ക്, പത്രസമ്മേളനം എടുത്ത് നോക്ക്. CAA ഇപ്പൊ CAA കുറിച്ച് മിണ്ടല്ലോ. എന്താ CAA പോയോ? പാർലമെന്റ് ഇലക്ഷനിൽ 35 ദിവസമാണ് CAA എന്ന് പറഞ്ഞത്. പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോ CAA എന്ന് നാവിക വന്നിട്ടില്ല മുഖ്യമന്ത്രിയുടെ. ഇതൊക്കെ ആർക്കും മനസ്സിലാകാത്തത്. മുഖ്യമന്ത്രിയുടെ പേര് വന്നു എന്ന് പറയുന്ന ഹിന്ദു ലേഖനം, അതിനുശേഷം ഈ CPM നേതാക്കളുടെ എല്ലാവരുടെയും ഇത്തരത്തിലുള്ള സമീപനം സംസ്ഥാനത്ത് CPM അതിന്റെ മുഴുവൻ അജണ്ടയും മാറ്റി എന്നൊക്കെ അതാണ് കൃത്യമായ ചോദ്യം. അതാണ് ഏറ്റവും റെലവന്റ് ആയിട്ടുള്ള ചോദ്യം. സെപ്റ്റംബർ 11-ാം തീയതി ഡൽഹിയിലെ ദേശീയ മാധ്യമങ്ങൾക്ക് മുഴുവൻ ഒരു PR ഏജൻസി കൊടുക്കുന്നു. മലപ്പുറത്തെ കുറിച്ച്, സ്വർണ്ണക്കള്ളക്കടത്തെ കുറിച്ചൊരു വാർത്ത അല്ലെ. 21-ാം തീയതി മുഖ്യമന്ത്രി ഇവിടെ പത്രസമ്മേളനം നടത്തും, ഇതേ കാര്യം പറയുന്നു. 29-ാം തീയതി ഹിന്ദുവിന് കൊടുക്കുന്നു. ഒരു മാസം സെപ്റ്റംബറിൽ ഇലക്ഷൻ അല്ല. പിന്നെ ഒക്ടോബർ 4-ാം തീയതി നോർത്തിലെ ഇലക്ഷൻ നടക്കുകയാണ്, ചില സ്റ്റേറ്റിൽ, ഹരിയാനയിലും ജമ്മു കാശ്മീരിലും. എന്നിട്ട് ഹിന്ദുവിൽ ആ വാർത്ത വന്നു, അതിനെ തള്ളിപ്പറഞ്ഞു. ഹിന്ദു കറക്റ്റായി പറഞ്ഞു. എന്നിട്ട് ആ PR ഏജൻസി കൊടുത്ത PR ഏജൻസി മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ പറയാത്ത വാക്ക് എഴുതി കൊടുത്ത PR ഏജൻസിക്കെതിരെ കേസ് കൊടുത്തു. ഞാനന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഒരു MLAയുടെ മകൻ മുൻ MLAയുടെ മകൻ അടുത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ MLAയുടെ മകനെ വിളിച്ച് പട്ടിൽ പൊതിഞ്ഞൊരു ശകാരം പോലും ഞാനറിയാതെ എന്തിനാണ് ഇങ്ങനത്തെ ഒരു വാർത്ത എഴുതി കൊടുത്തെന്ന് ചോദിച്ചു. ഇല്ലല്ലോ. അപ്പൊ സെപ്റ്റംബർ 11-നും 21-നും 29-ാം തീയതി ഒറ്റ അജണ്ടയാണ്. അതാണ് കേരളത്തിലെ, ഞങ്ങൾ അന്നേ പറഞ്ഞല്ലോ, കേരളത്തിലെ CPMന്റെ അജണ്ട മാറി. അതാണ് പറഞ്ഞുകൊണ്ട്. പക്ഷെ ഒരു കാര്യം CPM മനസ്സിലാക്കിക്കോ, 87 EMS രീതി എടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. 87 അല്ല 2024. ഇവരങ്ങനെ എടുത്തു പൊക്കോട്ടെ, നമുക്ക് നല്ലതല്ലേ. പക്ഷെ നമുക്കുള്ള വിഷമം കേരളത്തിനെ ഇങ്ങനെ വർഗീയമായി കീറി മുറിക്കാൻ ഭരണകക്ഷിയായ CPMന്റെ നേതൃത്വത്തിൽ ശ്രമിക്കും. ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾക്ക് ഇക്കാര്യത്തിലുള്ള അഭിപ്രായം എന്താണെന്ന് കൂടി അറിയാൻ നമുക്ക് ആഗ്രഹമുണ്ട്, പൊതുസമൂഹത്തിനും ആഗ്രഹമുണ്ട്. ഈ ലൈനാണോ ഇടതുമുന്നണിയിലെ ബാക്കി കക്ഷികൾക്ക്? ഈ ഭൂരിപക്ഷ വോട്ടർമാരെ സ്വാധീനിക്കാൻ ഒരു മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയത്തിലേക്ക് CPM പോകുന്നു, അങ്ങനെയാണോ താങ്കൾ? അല്ല, സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് സംഘപരിവാറിന്റെ അജണ്ടയാണ്, ആണല്ലോ. അക്കാര്യത്തിൽ തർക്കമില്ലല്ലോ, നമുക്ക് ആർക്കും തർക്കമില്ലല്ലോ. ആളുകളെ തമ്മിൽ ഭിന്നിപ്പിക്കുക, അതിൽ നിന്ന് ഭൂരിപക്ഷത്തിന്റെ വോട്ട് പിടിച്ച് ജയിക്കുക. ആ ഒരു ഭൂരിപക്ഷ പ്രീണനം എന്ന് പറയുന്നത് സംഘപരിവാർ അജണ്ടയാണ്. അതിന് കൊടപിടിച്ചു കൊടുക്കുകയും അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യം. അതല്ലേ ഡൽഹി പോയി നിങ്ങൾക്ക് ആർക്കും തന്നില്ലല്ലോ ഇവിടെ ഇന്റർവ്യൂ.
നിങ്ങൾക്ക് ആർക്കും തരാത്ത ഇന്റർവ്യൂ ഡൽഹിയിൽ പോയി ദേശീയ ദിനപത്രം ഹിന്ദുവിന് കൊടുക്കുക. ഇവിടെ തരില്ല ആർക്കും ഇന്റർവ്യൂ, എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും തന്നിട്ടുണ്ടോ? തന്നില്ലല്ലോ. ഡൽഹി പോയി ഹിന്ദുവിന് കൊടുക്കുക. അപ്പൊ അത് അവിടുത്തെ എഡിഷനിൽ അടിച്ചു വരും. ഡൽഹിയിലെ യജമാനന്മാരെ സന്തോഷിപ്പിക്കാൻ അത് വലിയ ഉപകാരമാവും. അതൊക്കെ മനസ്സിലാക്കിയിട്ടല്ലേ ചെയ്യുന്നത്. നിങ്ങളിതൊന്നും അറിയുന്നില്ലല്ലേ. നിങ്ങൾക്ക് തരാത്തൊരു ഇന്റർവ്യൂ ഡൽഹി പോയി ഹിന്ദുവിന് കൊടുത്ത് അത് നിങ്ങൾ ചോദിക്കണ്ടേ? ഉപരിതലത്തിലുമായി ബന്ധപ്പെട്ട്